ഹായ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? സുഖമാണോ? എന്താണ് പരിപാടികളൊക്കെ? ഞാനും കുറച്ച് തിരക്കുകളൊക്കെയാണ് കേട്ടോ. ഇപ്പം ലോങ് വീഡിയോസൊക്കെ ഇടലും ഷോർട്ട് വീഡിയോസ് ഇടലും ഒക്കെ കുറവാണ്. പിന്നെ ഇപ്പം പതുക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ നേരത്തെ ആ ഒരു ഇത് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല, ഒരു വൈബ് എനിക്ക് കിട്ടുന്നില്ല. പതുക്കെ ആ വൈബിലേക്ക് ഞാൻ എത്തുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. കുറേ പേരോട് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസൊക്കെ കുറഞ്ഞു പോയത്, വ്യൂസ് കുറഞ്ഞു പോയത് എന്താണ് കാരണം. ഇതൊക്കെ തന്നെയാണ്, വീഡിയോസ് കുറേ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇടാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോഴാണല്ലോ നമുക്ക് വ്യൂസ് കിട്ടുന്നത്. വീഡിയോ ഇടാത്തത് കൊണ്ട് വ്യൂസ് കുറഞ്ഞു വരുവാണ്. അതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ഇത്രയും ആക്കി എടുത്തത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. പിന്നെ അതിലൊരു താഴേക്ക് പോകുന്നത് കാണുമ്പോൾ എനിക്കിതൊരു സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് മുകളിലേക്ക് എത്തണം, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, എന്താ പറയുക, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേട്ടോ കല്യാണം. വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇടാനായിട്ട്. അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇച്ചിരി വൈകിപ്പോയത്. ഇന്ന് ബുധനാഴ്ചയായി. അപ്പം ഇന്നേലും അത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്നത് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് കല്യാണ വീഡിയോ ഒന്ന് കണ്ടാലോ? കല്യാണം ആരുടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ പപ്പാടെ അനിയൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണ്. മോളുടെ ആയിരുന്നു കേട്ടോ, രണ്ടാമത്തെ മോളുടെ ആയിരുന്നു. അവളുടെ പേര്, ഞങ്ങൾ വിളിക്കുന്ന പേര് കുക്കു എന്നാണ്. അപ്പം ലിയ എന്നാണ് അവളുടെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അവളുടെ കല്യാണമായിരുന്നു. അവളെ കെട്ടിച്ചേക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അവളെ സൗദിയിലെ നേഴ്സാണ്. അപ്പോൾ കല്യാണത്തിന് പോയി, എൻഗേജ്മെൻറ്റിന് പോയി, കല്യാണത്തിനും പോയി. എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. കല്യാണത്തിന് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, നിങ്ങളൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. ചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റ് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റ് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. അത്തിമരത്തിലെ കൊച്ചുകിളിക്കൂട്ടിൽ പുള്ളിക്കോയിൽ കൊഞ്ചും കുറുമൊഴിയോ, പെറ്റുപേരുകണ പൊന്മയിൽ പീലിയോ. ചെല്ലക്കാറ്റ് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റ് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര കുറേ ദൂരങ്ങൾ പിന്നിട്ട് കേട്ടോ. പിള്ളേരെല്ലാവരും നല്ല വൈബാണ്. ചെറുത് തൊട്ട് വലുത് വരെ എല്ലാവരും അടിച്ചു പൊളിക്കുവാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കാലായിൽ ഫാമിലി, അതായത് എൻ്റെ പപ്പായുടെ ഫാമിലിയാണ് കേട്ടോ, എല്ലാവരും കൂടെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. ബാക്കിയുള്ളവരെ എല്ലാം കെട്ടിച്ചിരിക്കുന്നതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ഇതുപോലൊരു യാത്ര ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ കുറേ പേരെ മിസ് ചെയ്തു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചൊന്നും ഇക്കൂടെ ഇല്ലായിരുന്നു. കിച്ചൂസൊക്കെ അന്ന് സൺഡേ സ്കൂൾ ഉള്ളത് കൊണ്ട് അവനൊന്നും വന്നില്ല. നമ്മുടെ ഡിയോണൊക്കെ ഉണ്ടായിരുന്നു, ഡാനിയൊന്നും ഇല്ലായിരുന്നു. ഈ തുള്ളുന്നതൊക്കെ നമ്മുടെ ചേച്ചിയുടെ പിള്ളേർ സെറ്റൊക്കെയാണ് കേട്ടോ. ചേച്ചിയുടെയും ചേട്ടന്മാരുടെയും പിള്ളേർ സെറ്റൊക്കെയാണ് ഈ കിടന്ന് തുള്ളുന്നത് കേട്ടോ. ഞങ്ങളും തുള്ളി കേട്ടോ. എന്തിനാ നമ്മളും മടിച്ചിരിക്കുന്നത്? നമ്മളും അവരുടെ കൂട്ടത്തിൽ ഒന്ന് തകർത്താടിയെന്ന് വേണേൽ പറയാം. ഇതിനകത്ത് പാട്ട് വെക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പാട്ട് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പപ്പായും പപ്പായുടെ പെങ്ങടെ മോനൊക്കെയാണ് കേട്ടോ, ചേച്ചിയുടെ പിള്ളേർ. അങ്ങനെ എല്ലാവരും ഫുൾ വൈബിലായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ നമ്മുടെ ബസ്സിൽ തന്നെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അത് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ.
ഏറ്റവും ഫ്രണ്ടിൽ ആ റെഡ് കളർ ഇട്ട് നിൽക്കുന്നത് പപ്പാടെ രണ്ടാമത്തെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ, ജോൺസി ചേട്ടായിയാണ്. ജോൺസി ചേട്ടായി അടിച്ചു പൊളിച്ചു, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ജോൺസി ചേട്ടായി ഇതുപോലെ കിടന്ന് ഡാൻസ് കളിക്കുന്ന കാണുന്നത് കേട്ടോ. പിന്നെ ഇതാണ്ടേ ഈ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തകർക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. അപ്പം നമ്മുടെ ബസ് കുറച്ച് മാറ്റിയാണ് നിർത്തിയത്. അവിടുന്ന് ഞങ്ങൾ നടന്നു വരുമായിരുന്നു കേട്ടോ. കുറേ പേര് പള്ളിയുടെ ഫ്രണ്ടിലിറങ്ങി, ഞങ്ങൾ കുറച്ച് പേര് വേറെ സ്ഥലത്താണ് കേട്ടോ പോയി ഇറങ്ങിയത്. ഇതാണ് ഓഡിറ്റോറിയം. ഇത് തിരിച്ച് ഇവിടേക്ക് തന്നെ വരണം. അങ്ങനെ പെണ്ണും ചെറുക്കനും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ തൃശ്ശൂർ വന്നായിരുന്നു, കാരണം രാവിലെ വരവ് നടക്കില്ലല്ലോ, ദൂരക്കൂടുതലുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നമ്മുടെ തൃശ്ശൂർ വരെ വരുന്നത് ദൂരക്കൂടുതലുണ്ട്. അതുകൊണ്ട് പെണ്ണ് തലേ ദിവസം വന്നായിരുന്നു. അങ്ങനെ ഇതാ അവർ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് കേട്ടോ. വിവാഹത്തിനൊരുക്കമായി ഒന്ന് ചേർന്നിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സമ്മതത്തിലൂടെ പരസ്പരം വിവാഹിതരാകുവാനുള്ള സമ്മതം ബന്ധുസഭയെ അറിയിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവാഹമെന്ന ഉദാശയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി ഇന്ന് കർത്താവിന്റെ സന്നിധിയായിരിക്കുന്നു. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് വിവാഹമെന്ന ഉദാശയിലൂടെ ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ നല്ലവനായ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇവരുടെ
ജീവിതത്തിൽ ഇന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നുമണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയൂ, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. പറയാം പറയാട്ടോ ഓക്കെ മോളുടെ കയ്യിൽ കൊടുത്ത് ഓക്കെ ഫേസ്
ഒരു മിനിറ്റ് പറയാം ഞാൻ ഫ്രണ്ട് കൂടെ കിടക്കല്ലേ നമുക്ക് വെച്ചോ ഓക്കെ ചൊല്ലിക്കേ അങ്ങനെ ഫലമായി ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളെ രാജാവാരണം ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അത് തന്നെ നിയന്ത്രിക്കണം ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങൾ ആശ്വാസപ്പെടുകയും ചെയ്യണം ഞങ്ങളെല്ലാവരും അങ്ങേ ഉപദ്രവിക്കാതെ അങ്ങ് പോഷണിക്കണമേ അങ്ങനെ നമ്മുടെ പെണ്ണിനെ നമ്മുടെ ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് യാത്രയാകുകയാണ് കേട്ടോ. എല്ലാവരും ഫുൾ ബൈബിളാണ് കേട്ടോ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലേക്കാളും ചൂട് ഇവിടെ കൂടുതലായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ക്ഷീണമായി. എല്ലാവരും അല്പനേരം കിടന്ന് ഉറങ്ങി കേട്ടോ. കാരണം രാവിലെ എവിടുന്ന് പോകുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ മെമ്മറീസ് ആണല്ലോ. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് നോക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പപ്പായൊക്കെ അടിച്ച് പൊളിക്കുവാണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോഴത്തേനും പപ്പായും പിൻചാച്ചിയും എല്ലാവരും ഉറക്കമായി. ഞാനും കിടന്ന് അല്പനേരം കിടന്നുറങ്ങി. പല ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. ഞങ്ങൾ ഏകദേശം വീട്ടിലെത്തിയപ്പോൾ 10:30 കഴിഞ്ഞു കേട്ടോ. 10:45 ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. കാരണം പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണേലും ലേറ്റ് ആവും. പിന്നെ പിള്ളേർ കുറേ കഴിയുമ്പോഴത്തേനും ഉറങ്ങാനൊക്കെ തുടങ്ങും. അപ്പം പിന്നെ ഫുഡ് കഴിപ്പ് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ
ബിസിയാണ് വാട്സപ്പിൽ കയറാൻ പറയാം. കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈനീട്ടവൻ കയ്യിൽ തരുമ്പോൾ നിന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ തിരുമുൻപിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടിപ്പകിടാവ് സൂര്യനുദിച്ചിടുന്നു വാത്സല്യത്തിരയിളകും നിന്റെ കടലിനുള്ളിൽ കുറച്ച് ദൂരം ഇങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയത് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് അന്താക്ഷരികളിയും സിനിമാ പേരുകളിയൊക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.